ഇപ്പൊ നമ്മള് ഇതെന്തിരിത് മറ്റേ മീറ്റിംഗ് കഴിഞ്ഞല്ലേ എന്തിരിത് എടാ ALXന്റെ അടുത്തേ സംസാരിച്ചോക്കടാ അവന്മാര് കുണയ്ക്കും അവര് ഉറപ്പായിട്ടാ നല്ല ചൊറിയുണ്ടോ അവന്മാർക്ക് ആ ഓക്കെ എടാ പോ ചോര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ തീരാമാർക്ക് ആ തൂക്ക് അതിനുള്ള കൊണ ഉണ്ടെങ്കിൽ വാസിട് എടാ അതിന് ഏലക്സിന് നല്ല ഗുണമായിരുന്നു 2 ദിവസം മുന്നേ 2 ദിവസം കൊണ്ട് കുറച്ചൊക്കെ ദേഷ്യമൊക്കെ കലിപ്പൊക്കെ ഇരിക്കുക നല്ല കലിപ്പിരിക്കുക എനിക്ക് വളരെ കളിച്ചൊളിച്ചൊരു കലിപ്പായി ഞാൻ അവരെ റേഡിയോ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ആരും വിളിക്കുന്നില്ലേ എന്റെ വണ്ടിയെല്ലാം കൊണ്ട് സേവ് ചെയ്യണം ഗ്യാങ് വണ്ടി കൊണ്ടുവരാൻ സേവ് ചെയ്യണേ ആരൊക്കെണ്ടെന്ന് എന്നോടുത്തിട്ട് പറഞ്ഞ എടുത്തിട്ട് പേര് പറ ചങ്ങല എല്ലാം ഉണ്ടല്ലോ അല്ല എന്റെ പേര് നെപ്പോളിയൻ കണ്ണാപ്പി ചുമ്മാടാ ഹലോ ബ്രോ കേക്കാവോ ഹലോ നെല്ലിക്കാമോൻ ഇല്ലല്ലോ ബ്രോ എടാ അമ്പത്തൂര് എടാ കണ്ണാപ്പി നീങ്ങോട്ടെ കണ്ണാപ്പി ഇങ്ങോട്ട് വന്നാണ് കണ്ണാപ്പി ഇങ്ങോട്ട് പറഞ്ഞു വിട് ഇങ്ങോട്ടാ ഇവിടെ നില്ല് അപ്പുറം ഞാൻ പോവില്ലല്ലോ ഇവിടെ ഇല്ലേ സോ തന്നെ എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞോടാ ഇപ്പഴാണ് നീ ഇറങ്ങിയാണല്ലോ റേഡിയോ ഇറങ്ങിയാണല്ലോ ഇപ്പൊ അല്ല ഞാൻ ചത്തുപോയതാണ് റേഡിയോ ഇറങ്ങിയല്ല ചത്തുപോയതാണ് ഏത് ബൈക്ക് അത് വഴി കിടപ്പുണ്ട് എന്തിനാ ഞാൻ വിചാരിച്ചു ടെക്സാസ് ആണെന്ന് വിചാരിച്ചാണ് ഞാൻ ചെന്നത് അവന്റെ അടുത്ത് കൊടുക്കണ്ടാടാ പറയണേ ഇവിടെ ഞാനല്ലേ ഇവിടെ ഇല്ലേ ഇതുപോലെ അനങ്ങൂലല്ലോ അമ്മ ഡീലേറ്റർ കൊച്ചു വേമാര് കൊച്ചു വേമാര് അത് കണ്ണമ്മനെ നീ എന്ന് തത്സമയം കിട്ടണ ഇനി ഞാൻ തത്സമയം ചന്ദ്രൻ നാളെ തൊട്ട് ചന്ദ്രു നാളെ തൊട്ടാ ഓ ചന്ദ്രൻ തത്സമയം കിക്കില് എന്നെ നമ്പർ എടാ രായ ഉണ്ടോടാ അവൻ വന്നിട്ട് ഈ ഹോസ്റ്റേജ് കൊടുക്കുന്നു അവന് ഇവന് നമ്പർ ആരാ നെല്ലിക്ക പോനാ എടാ അമ്പത്തൂര് അമ്പത്തൂര് സിറ്റുവേഷൻ എന്നാ അവിടെ ഇന്നലെയാ ഓർമ്മയുണ്ട്
വണ്ടിയിൽ നമ്മുടെ ഗ്യാങ് ഫ്രണ്ട് ചെയ്തപ്പോ ഇങ്ങോട്ട് ഇടിച്ചോ ഇടിച്ചപ്പോ ഞാൻ പറഞ്ഞു അല്ല അങ്ങനെ പറഞ്ഞാ പോരെ സിറ്റുവേഷൻ അങ്ങനെ പറഞ്ഞാ പോരെ അങ്ങനെ പറഞ്ഞാ പോരെ അമ്മയുടെ അങ്ങനെ പറഞ്ഞാ പോരെ അപ്പൊ നമ്മൾ വെച്ച് ബ്രോ എന്തിനാ ഇടിക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻ ബ്രോ നിങ്ങൾ ഗ്യാങ് സിറ്റുവേഷൻ ആണ് നമ്മൾ എന്തിനാ ഇടിക്കുന്നത് ഇനി നിന്നെയൊക്കെ എവിടെ കണ്ടാലും ഇടിക്കും കൊട്ടേഷൻ അത് പറഞ്ഞു നെല്ലിക്ക മോനാ കിടന്ന് കരയാതെ മലാക്ക നെല്ലിക്കാൻ മലാക്കം നെല്ലിക്കാൻ പോയി നീയൊക്കെ പണക്കാതെ കരയാതെ നീയൊക്കെ പോടാ മനസ്സിലായ ഉണ്ടെന്നല്ലേ പറഞ്ഞു എവിടെയൊക്കെ വിളിച്ചു കൊണ്ടുവരാൻ ഇത്ര നേരം ഇത് ബിഗ് ബോസിനല്ല അതിന് കൂട്ടി കളമ്പി തരാ അവന്റെ പത്ത് ഭാഗം കണ്ടയാ ഞാൻ ലാലേട്ടൻ ബിഗ് ബോസ് വീടായിട്ട് കണ്ടു കേട്ടോ അവൻ സിവിലിയനായിട്ട് ഇരിക്കുമ്പോഴൊക്കെ നമ്മള് രണ്ടുപേരും ഇവൻ കൊടച്ചായിരുന്നു ബ്രോ പേരെന്താ നെപ്പോളിയൻ കൺഫറൻസ് റൂമിലേക്ക് വരിക എടാ ഇവന്റെ പേരെന്താണ് നെപ്പോളിയനാ ഇതെങ്ങനെ അറിഞ്ഞ് അവൻ പറഞ്ഞല്ലേ ആരെ വേണം നിനക്ക് 51 നെല്ലിക്ക പോനാ നെല്ലിക്ക മോൻ അല്ലെങ്കിൽ മലാക്ക് ഹലോ ഹലോ ടി വി ആണോ? അതെ 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 ഞാൻ ALXലെ കോലീഡറാണേ. ആ ബ്രോ പേരെന്താണ്? എന്റെ പേര് എക്സ്റ്റസി. ഓക്കെ എന്റെ പേര് ചന്ദ്രൻ എന്നാണേ. അപ്പൊ ബ്രോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പേരെന്താണ്? നെപ്പോളിയനാ? ആ നെപ്പോളിയൻ ഇവിടെ ഉണ്ട് പയ്യ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ ചന്ദ്ര എന്ന് വെച്ചാ ഇപ്പൊ നമ്മള് നിങ്ങൾ ഹോസ്റ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ MG3 ആയിട്ട് സിറ്റുവേഷൻ ആയിപ്പോയി. ഹോസ്റ്റ് അടിക്കുന്നതിന് മുന്നേ MG3 ആയിട്ട് സിറ്റുവേഷൻ ആയിപ്പോയി. ഓൾറെഡി നിങ്ങൾ വാറിലാണോ? ഓൾറെഡി സിറ്റുവേഷനിലായി ഫൈറ്റ് ആയി അമ്മരായിട്ട് തുടങ്ങി. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അവനെ വിട്ടു തരണം. ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ. ഒരു സെക്കൻഡ്. ഓക്കെ ചോദിച്ചിട്ട് വിളിച്ചാൽ മതി. ഓക്കെ. എടാ നിങ്ങളും MG3 അടിയാണാ? സിറ്റുവേഷൻ ആയിരുന്നു ഓൾറെഡി. എടാ 51 അമ്മമാര് പറയണ അമ്മമാര് MG3 ആയിട്ട് എന്തോ സിറ്റുവേഷനില് നിക്കാണെന്നാണ് അവര് പറയണത്. നിനക്ക് അല്ല ഇവന്മാർക്ക് സിറ്റുവേഷൻ നമ്മളപ്പോ പറഞ്ഞായിരുന്നു സിറ്റുവേഷൻ ആണ് അല്ല എടാ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഓൾറെഡി ഇത് മെനിഞ്ഞാന്ന് ഞാൻ സിറ്റ് ചെയ്യുന്ന സമയത്ത് ഹലോ 52 അല്ലേ? അപ്പൊ നിങ്ങൾ സിറ്റുവേഷൻ നമ്മളവിടെ നിന്ന് നമ്മുടെ വണ്ടിക്ക് 2 വട്ടം നിങ്ങൾ പിറ്റ് ഞാൻ മൈൻഡ് ചെയ്തില്ല. 2 വട്ടം ഇങ്ങോട്ടൊന്ന് പിറ്റ് ചെയ്തപ്പോ പിന്നെ ചോദിക്കാതിരിക്കേണ്ട ആവശ്യം നമ്മളൊന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു പറയാൻ എടാ നീ 52 നീ കരയണ്ട, നീ കിടന്ന് കരയാതെ ഈ നിന്റെ ഇടിക്കും സിറ്റുവേഷൻ എടാ അന്ന് ഇടിക്കും അങ്ങ് കോണ നിന്റെ ഒക്കെ കൂട്ടത്തിലുള്ളവർക്ക് കോണ മനസ്സിലായ? മുന്നേ നിന്റെ കൂട്ടത്തിൽ നെല്ലിക്കെന്ന് പറയുന്നുണ്ടല്ലോ ആ കടുക് വന്നിട്ട് ഇതേപോലെ ബ്രോ നമ്മളിപ്പോ മര്യാദക്കല്ലേ സംസാരിക്കുന്നേ? ബ്രോയ്ക്ക് എന്താ മര്യാദക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ? ബ്രോ നമ്മളിപ്പോ രണ്ടുപേരും വന്നിട്ട് കൊണടിക്കാൻ അറിയാവുന്നോണ്ടായിരിക്കും കൊണടിക്കാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളോട് നമ്മൾ പറഞ്ഞു MG3 ആയിട്ട് ഓൾറെഡി സിറ്റുവേഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് അവനെ വിടണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ അടുത്തുണ്ട്? അതെ സിറ്റുവേഷൻ ആയിട്ട് വലുതാണ് ഇവിടെ നിൽക്കുന്ന ആള്. അല്ലല്ല സോറി ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ വലുതാണ് സിറ്റുവേഷൻ. ഇവിടെ അടിയായി ബ്രോ, ഓൾറെഡി ഇവിടെ അടിയായി. അപ്പൊ നമുക്ക് അല്ല അതിലല്ല ബ്രോ ഞാൻ ചോദിക്കണെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ നെല്ലിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. മനസ്സിലായില്ലേ? സംസാരിച്ച് തീർക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഓൾറെഡി കുറച്ച് ആൾക്കാർ
കുറച്ച് ആൾക്കാരുടെ ബോധമൊക്കെ പോയി. അപ്പം നമുക്ക് അവരുടെ വാല്യൂ നോക്കിയേ പറ്റൂ ബ്രോ. ചുമ്മാ വെറുതെ മുതുക്കിലൊക്കെ നിക്കുന്നവനെ ചന്ദ്ര ഇപ്പൊ കണ്ട ഇവന്മാര് ചുമ്മാ അമ്പിയാണ് മനസ്സിലായി. അല്ല മുതുക്കി നിക്കണേ. അവനെ ഹോസ്പിറ്റലാക്കിക്കണം. ഇവന്റെ കൂട്ടത്തിലുള്ളവന്മാരാണ് കഴപ്പാണ്. അപ്പൊ അവന്റെ അടുത്ത് നല്ല രീതി തന്നെ മാറിനില്ല. നീ കണ്ടു നീ ഇടണത് ഇങ്ങോട്ടോ അറക്കളത്തായിട്ടുള്ള ഇഷ്യൂ ഇത്. പിന്നെ ഇവനെ എങ്ങനെ ഹോസ്പിറ്റൽ അടിച്ച അല്ലെ യവന ഇത് എന്തോ 2 ദിവസം മുന്നുള്ള സിറ്റുവേഷന്റെ ഇതില് അതന്നെ. അത് ആരും തൂക്കിയത്? ഏല്ല ഇതിപ്പോ അറക്കളം പോയി. അറക്കള സിറ്റി ഇല്ല ഇല്ല. അപ്പത്തേക്കും യവന്മാരെ ഒരു സിറ്റുവേഷൻ 2 ദിവസം കൊണ്ട് അവർ ഭയങ്കര സീനായിരുന്നു. അന്നേരം ഞാനും ഉണ്ടായിരുന്നു. അവരിപ്പോ അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, അവന്മാര് വാറിലാണ് നിക്കണേ. അപ്പൊ യവന് അവരെന്തോ വാറല്ല പ്രീ വാർ എന്തോ അടിയായിട്ടിരിക്കുകയാണ്, മനസ്സിലല്ലേ? അപ്പൊ നമ്മുടെ അതിന്റെ ഇടയ്ക്ക് തൂക്കിയല്ല, യവൻ ഡ്രസ് ഷോപ്പിൽ നിന്ന് അല്ലാണ്ട് തൂക്കിയതാ. യവനെ ഡ്രസ് ഷോപ്പിൽ തൂക്കിയാ നമ്മള്. യവന്റെ അടുത്ത് ഡയലോഗ് യവന്റെ അടുത്ത് പല കാര്യം പറഞ്ഞു വിട്ടാ പോരെ. ഇനി സിറ്റുവേഷനിലേക്ക് ആദ്യം ഒരു കാര്യം ചെയ്യും. അല്ലല്ല ഇത് സാമ്രാജ്യല്ലേടാ, ഇത് സാമ്രാജ്യല്ലേ? അല്ല MG3 എന്തോ കൊണക്കുന്നുണ്ടായിരുന്നു. എടാ MG3 ആരെങ്കിലും അറിയാവോടാ? MG3 ആരെങ്കിലും ആണോ? ആർക്ക് ഗുണാർക്ക് ബാലെന്താ ഉണ്ടാവേ? ഹലോ ബ്രോ, കേക്കാവോ? ALXന്റെ കോലീഡറാണ്, മലാക്ക് എന്നാണ് പേര്. ബ്രോ മലാക്കാണോ? അതെ അതെ. ഓക്കേ പറ. ബ്രോ നമ്മള് ഇപ്പൊ കറന്റ്ലി ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങള് നമ്മളെ സിറ്റുവേഷനിലെന്ന് അറിഞ്ഞല്ല ഒന്നാമത്തെ എടുത്തത് ബ്രോ. അല്ല മനസ്സിലായി ബ്രോ. അപ്പൊ നിങ്ങളെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മള് ഓൾറെഡി ഇത് നമ്മളെ സിറ്റുവേഷനിൽ നിന്നപ്പോ നിങ്ങൾ വന്ന് ചൊറഞ്ഞായിരുന്നു. ഞാൻ സിറ്റിയിൽ ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ. മലാക്കുണ്ടായിരുന്നാടാ ഒരു കാര്യം നിങ്ങളുടെ സിറ്റുവേഷൻ ഒതുങ്ങിയെങ്കിൽ നിങ്ങള് ഗ്യാങ്സിലോട്ട് വരാവോ? പേരെന്താ? മലാക്ക്. ബ്രോ നിങ്ങക്ക് ഇപ്പൊ ഒരു സെക്കൻഡ് അവനെ കൊണ്ടുപോടാ. എടാ 50 കൊണ്ടോ ബ്രോ. ഇത് MG3 ആണോ അതായിരിക്കണത്? അല്ല KBS. അപ്പൊ ഇത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തൂറിന്റെ അടുത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവര് ഒരു ചെറു സീനായിരുന്നു, സംസാരമായിരുന്നു. നെല്ലിക്ക മോനും മലാക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലടാ നീ ബ്രോ ഇന്നലെ സംസാരിച്ചായിരുന്നു. പെട്ടെന്ന് അവർക്ക് സിറ്റുവേഷൻ അല്ലേ പെട്ടെന്ന് നമ്മളെടുത്ത് വന്നിട്ട് മറ്റേ അവന്റെ പേരെന്താ? പത്രോസ് എടാ നിന്റെ അടുത്ത് ആരും ഇവിടെ വരാൻ പറഞ്ഞത് വരില്ലെന്ന് പറഞ്ഞു. ഹലോ നില്ലടാ. എടാ പത്രോസെ കേക്കാവോ? നിന്റെ പ്രശ്നം എന്താ? നിന്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞല്ലേ മറ്റേ 2 മണിക്കൂർ ഓർമ്മയുണ്ടോ നിനക്ക്? നിനക്കെന്ത് മാമൻ പറഞ്ഞ നിന്റെ മാമനായത് ഒന്ന് പറഞ്ഞ നീ ചോറിനാ നീ? അയ്യോ നീ ഒരു അമ്പി അടിക്കുന്നതാ, നിനക്ക് അറിയത്തില്ലടാ, നിനക്ക് അറിയത്തില്ല എന്നെ. ചുമ്മാടാ കണ്ണാപ്പി
വിട് നീ അവനെ വിട് കണ്ണാപ്പി അവനെ വിട്. ബ്രോ നിങ്ങൾക്ക് ഇല്ല ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയാം. നിങ്ങൾക്ക് ഇപ്പൊ എന്തേലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സീനുണ്ടെങ്കിലോ നിങ്ങൾ അത് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പറയാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കുക. അല്ലാണ്ട് നിങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ടി വിയിലെ മെമ്പറാണ് അല്ലെങ്കിൽ ഞങ്ങളാണെന്ന് അറിയുമ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് റോങ് ആയിട്ടുള്ള സംസാരം ബ്രോ ഇനി വേണ്ട. അത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വെറുതെ ബോറടിക്കുവാണെങ്കിൽ അല്ല ഞാനിപ്പോ രണ്ടുപേർ നിൽക്കില്ലേ, എല്ലാവരും നിൽക്കില്ലേ? ഞാൻ ബ്രോയുടെ അടുത്തല്ല, ഞാൻ ഇതാക്കി പറയണേ. ബ്രോ ഒന്ന് വാ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് എന്തേലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് സിറ്റുവേഷൻ എടുത്തോ. അല്ലാണ്ട് വെറുതെ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ വെറുതെ ഒരു സംസാരിച്ചിട്ട് ചുമ്മാ ശോകമൊക്കെ നിൽക്കില്ല കേട്ടാ. അതിന്റെ പേരിലാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നത്. നീ ചോദിച്ചോ, അമ്പത്തര ചോദിച്ചോ. അവന്റെ സ്വഭാവം കണ്ടിട്ട് നമുക്ക് കൊച്ചു പിള്ളേരെ പോലെ ഇവ 2 വർഷം ബാൻ ചെയ്തു. 2 മണിക്ക് ശേഷം ഇവരെ ട്രിഗർ ചെയ്യാൻ സിറ്റുവേഷൻ ഹലോ പറയട്ടെ എടാ ഒരു സെക്കൻഡ് ഇങ്ങോട്ടൊന്ന് ഒരു കാര്യം ചെയ്യട്ടെ. നിന്റെ അടുത്ത് രായം കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് പറഞ്ഞായിരുന്നു അടുത്ത് രായം പറഞ്ഞായിരുന്ന നിന്റെ ഹോസ്റ്റേറ്റ് എടുത്ത കാര്യം നേരത്തെ നിന്നെ ഹോസ്റ്റൽ എടുത്ത ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്, അല്ലാണ്ട് പർപ്പസ്ഫുള്ളി ഇതാക്കാൻ വേണ്ടിട്ടുള്ള ഇതൊന്നും കൊണ്ട് നിന്നെ ഹോസ്റ്റൽ എടുത്തോണ്ടോന്നല്ല. മനസ്സിലായോ? അല്ല നിങ്ങൾ PLD-ന്റെ സിറ്റുവേഷന്റെ ഇടയിൽ നമ്മുടെ സിറ്റുവേഷൻ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നീ എടുത്തോണ്ട് കണ്ണാപ്പി ഇങ്ങോട്ടാ കണ്ണാപ്പി ആ വിട് ആ വിട അമ്പത്തര മതി ബ്രോ. നിങ്ങൾ ഞാൻ കാര്യം പറ്റേ ഇതിന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് സംസാരിക്കും. ഓക്കെ അല്ല ഇതുപോലെ കണ്ടിന്യൂ ചെയ്യലെന്നേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അമ്പത്തര മാരില്ലെങ്കിൽ സംസാരിച്ചോ. അല്ല അവന്റെ അല്ല അമ്പത്തര അവൻ മറ്റേ കൊടുത്തല്ല, അത് മതി. മനസ്സിലായി. അമ്പത്തൂര് നമുക്കേ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പം സിറ്റുവേഷൻ മെയിനായിട്ട് എടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? ആ ഒരു കാര്യം കൊണ്ട് കുട്ടിക്കാം കഴിഞ്ഞ സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് അമ്മ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ പറ്റാ. അവന്മാര് ഒരെണ്ണം കൊടുത്തല്ലേ നീ ചള്ളക്കിട്ട്.